യെസ്, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. സെക്ഷൻ 10. ഓക്കെ, ഇതില് നമുക്കറിയാം എല്ലാ എഗ്രിമെന്റും, നോട്ട് എവറി എഗ്രിമെന്റ് ഈസ് എ കോൺട്രാക്ട് അല്ലെ. നമ്മൾ നേരത്തെ തന്നെ നമ്മളത് നോക്കിയതാണ്. അതെങ്ങനെയാ വരിക? സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആയിട്ട് മാറുള്ളൂ. അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. എന്താണ് എഗ്രിമെന്റ് പ്ലസ് ലീഗൽ എൻഫോഴ്സിബിലിറ്റി. ലീഗൽ എൻഫോഴ്സിബിലിറ്റി എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇത് വന്നാൽ മാത്രമേ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നുള്ളൂ. ക്ലിയർ? ഇതിന് സംശയമൊന്നുമില്ലല്ലോ. സോ ഈ നമ്മുടെ സെക്ഷൻ 10 പറയുന്നുണ്ട് എഗ്രിമെന്റ് മസ്റ്റ് സാറ്റിസ്ഫൈ സം എസെൻഷ്യൽ എലിമെന്റ്സ്, എന്നാൽ മാത്രമേ അത് എൻഫോഴ്സിബിൾ ഇൻ കോൺട്രാക്ട് ആവുള്ളൂ. അതർവൈസ് ഇറ്റ് വോണ്ട് ബി എൻഫോഴ്സിബിൾ ഇൻ കോൺട്രാക്ട്. സോ അതിനെന്തൊക്കെയാണ് എലിമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എസെൻഷ്യൽ എലിമെന്റ് പറയുന്നത് there must be two parties അല്ലെ. there must be two parties, അറ്റ്ലീസ്റ്റ് ടു പാർട്ടീസ്. അങ്ങനെ കേട്ടോ. ഒരു കോൺട്രാക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ there must be minimum 2 persons required. ഒരാള് ഒരു ഓഫർ വെക്കുന്നു, മറ്റേയാള് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോഴേ അത് ഒരു that must be there. Minimum 2 persons must be there. ഓക്കെ, ആ ഒരു അതിൽ പറയുന്ന ടേംസ്, ആ ഓഫറിലും അക്സെപ്റ്റൻസിലും ഒക്കെ പറയുന്ന ടേംസ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക്. കൺഫ്യൂഷൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ പറയണേ ഐ വിൽ സെൽ മൈ കാർ അറ്റ് എ റീസണബിൾ പ്രൈസ് എന്ന് പറയണേ. അങ്ങനെ പറഞ്ഞാല് അതില് വ്യക്തത ഉണ്ടോ? വ്യക്തത തന്നെ എന്താണ്? ഐ വിൽ സെൽ മൈ കാർ ഫോർ ₹5 lakh എന്ന് പറയുന്നതും ഐ വിൽ സെൽ മൈ കാർ ഫോർ എ റീസണബിൾ പ്രൈസ് എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമില്ലേ? സോ ആ റീസണബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് എന്തും ആവാം അല്ലെ. റീസണബിൾ, അയാൾ റീസണബിൾ എന്താ നമുക്കറിയില്ല. സോ ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. ഓക്കെ, കൃത്യമായിട്ടും അത് മെൻഷൻ ചെയ്യണം. ഒരു വേഗ് സ്റ്റേറ്റ്മെന്റ് പാടില്ല എന്നാണ് പറയുന്നത്. സോ ടു പാർട്ടീസ് ആർ നീഡഡ്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ്, വാട്ട് ഈസ് നീഡഡ് ഈസ് ആൻ എഗ്രിമെന്റ്. ഏതൊരു കോൺട്രാക്റ്റും ആദ്യം എന്തായിരിക്കും? എഗ്രിമെന്റ് ആയിരിക്കും അല്ലെ. സോ ദർ മസ്റ്റ് ബി ആൻ എഗ്രിമെന്റ്. കോൺട്രാക്ട് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിൽ എന്താ ഉണ്ടാവുക? എഗ്രിമെന്റ് കൃത്യമായിട്ട് ഓഫർ എന്താണ്, അക്സെപ്റ്റൻസ് എന്താണ് ഉണ്ടാവുന്നത്. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് വരുമ്പോഴാണ് എഗ്രിമെന്റ് ഉണ്ടാവുന്നത്. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. സോ സേ ഐ വിൽ സെൽ, ഇപ്പൊ എ പറയണ, എ ബി അടുത്ത് പറയണ ഐ വിൽ സെൽ എ ലാപ്ടോപ്പ് ഫോർ 30,000. ബി പറയണ ഓക്കെ ഞാൻ 30,000 തരാം, എന്നിട്ട് വാങ്ങാം. എഗ്രിമെന്റ് ഫോംഡ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് രണ്ടാമത്തെ. ഇനി അടുത്ത എസെൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസെന്റ്. കൺസെന്റ് അതിന് നമുക്ക് ഇങ്ങനെ പറയാം, കൺസെൻസസ് അഡ് ഇഡം എന്ന് പറയാം. കൺസെൻസസ് അഡ് ഇഡം. ഓക്കെ, that is there must be a consensus. ഓക്കെ, കൃത്യമായിട്ടൊരു കൺസെൻസസ് അവിടെ ഉണ്ടാവണം. ബോത്ത് മസ്റ്റ് എഗ്രി ഓൺ സെയിം മീനിങ്. അല്ലാതെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ആ ഒരു പെർട്ടിക്കുലർ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എ പറയണ ഞാൻ കാറ് ബിക്ക് വിൽക്കുകയാണ്. പക്ഷെ എ വിചാരിച്ചു അയാളുടെ ഓൾഡ് കാറാണ് വിൽക്കുന്നതെന്നാണ് വിചാരിച്ചത്. ബി മനസ്സിലാക്കിയത് എയുടെ ന്യൂ കാറാണ് വിൽക്കുന്നത്. അവിടെ കൺസെൻസസ് ഇല്ല. ഓക്കെ, ദാറ്റ് ഇസ് കോൺട്രാക്ട് അപ്പ് എന്താവും? വോയിഡ് ആയി മാറും. ഓക്കെ, നിലനിൽക്കില്ല. ദാറ്റ് ഇസ് ബോത്ത് മസ്റ്റ് എഗ്രി ഓൺ ദി സെയിം മീനിങ്. രണ്ടുപേരും ഒരേ അർത്ഥത്തിലായിരിക്കും കാണണ്ടേ. എ കാർ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ എ വിചാരിക്കണം ഓൾഡ് കാറാണ് വിൽക്കുന്നതെങ്കിൽ ബിയും മനസ്സിലാക്കണം അത് ബി ഓൾഡ് കാർ തന്നെയാണെന്ന്. അല്ലാണ്ട് ബി ന്യൂ കാറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ അവിടെ ഒരു കൺസെൻസസ് ഇല്ല, കോൺട്രാക്ട് ബിക്കം വോയിഡ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് intention to create
legal relationship. അതായത് ഒരു ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പാർട്ടീസ് മസ്റ്റ് ഇന്റൻഡ് ലീഗൽ കോൺസിക്വൻസസ്. അതായത് രണ്ടുപേരും ഇതിനൊരു ലീഗൽ അതായത് കോടതിയിൽ ആ രീതിയിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളതായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ സോഷ്യൽ ഓർ ഹൗസ് ഹോൾഡ് നേച്ചറുള്ള കോൺട്രാക്ട്സിന് ഒരിക്കലും എന്തായി മാറില്ല, ഒരു ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആർക്കും താല്പര്യം. ഉദാഹരണത്തിന് ഒരു ഫ്രണ്ട്, എ ബി ഒരു ഫ്രണ്ടാണ്, എയും ബിയും ഫ്രണ്ട്സ് ആണ്. എ ബിക്ക് ഒരു ഡിന്നർ പ്രോമിസ് ചെയ്തു. അതൊന്നും ഒരു ലീഗൽ അതിലേക്ക് പോകാൻ ആരും താല്പര്യപ്പെടുന്നില്ല. സോ ദാറ്റ് ഇസ് നോട്ട് എ കോൺട്രാക്ട് അല്ലെ. അതേമാതിരി ഹസ്ബൻഡ് വൈഫിന് ഇന്ന് കുറച്ച് കൂടുതൽ പണിയെടുത്ത വൈകിന് ഞാൻ നിനക്ക് കുറച്ച് അലവൻസസ് തരാം എന്നൊക്കെ പറയാണ്. ദാറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട്. അതൊരു പക്ഷെ ബിസിനസ് എഗ്രിമെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ കോൺട്രാക്ട്. വൈ? ബിക്കോസ് അതിൽ ദർ ഇസ് എൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ബിസിനസ് എഗ്രിമെന്റ് ആണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും ഒരിക്കലും ഒരു ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ആയി മാറുന്നില്ല. കമേഴ്ഷ്യൽ അഗ്രിമെന്റ്സ് നോർമലി ഈസ് പെർസ്യൂം ടു ബി ലീഗൽ. കമേഴ്ഷ്യൽ ബിസിനസ് പരമായിട്ട് ലീഗൽ. സോഷ്യൽ അഗ്രിമെന്റ്സ് അത് എപ്പോഴും ഒരു നോൺ ലീഗൽ ആയിട്ടാണ് പെർസ്യൂം ചെയ്യുക. സോഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ സോഷ്യൽ നമ്മുടെ നാട്ടിലുള്ള വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് ഇത് കാര്യങ്ങൾ ഒരാൾ പറയുന്നതും ദർ ഇസ് എ പ്രോമിസ് ഉണ്ട്, ഓഫർ ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു ലീഗൽ എൻഫോഴ്സ്മെന്റിലേക്ക് പോകുന്നില്ല. പക്ഷെ കമേഴ്ഷ്യൽ അഗ്രിമെന്റ്സ് ഈസ് പെർസ്യൂം ടു ബി ലീഗൽ ആൻഡ് സോഷ്യൽ അഗ്രിമെന്റ്സ് ഈസ് പെർസ്യൂം ടു ബി നോൺ ലീഗൽ. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി. അതായത് ഇതിന് ഒരു കോൺട്രാക്ട് ആവണമെങ്കിൽ ആരൊക്കെയാണോ അതിന്റെ പാർട്ടീസ് അവർക്കൊരു കപ്പാസിറ്റി ഉണ്ടാവണം ടു എൻ്റർ ഇൻ ടു വാലിഡ് കോൺട്രാക്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഏജ് ഓർ മേജർ ആയിരിക്കണം. അതായത് 18 വയസ്സിനുള്ള മുകളിലുള്ള ആൾക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അതിന്റെ താഴെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു പാർട്ടീസ് ഒരു അഗ്രിമെന്റിലേക്ക് സൈൻ ചെയ്താൽ ഒരിക്കലും ഒരു കോൺട്രാക്ട് ആയി മാറില്ല. അതേപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അയാൾക്ക് ആ കോൺട്രാക്റ്റിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. അതാണ് സൗണ്ട് മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രാക്ട്. പിന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അതായത് ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടക്കണമെന്ന് വെച്ചാൽ ചിലപ്പോ ഇവിടുത്തെ അപ്പൊ ആ എനിമി കൺട്രിയിലെ ആൾക്കാർക്ക് ചിലപ്പോ ഇവിടെ ഒരു കോൺട്രാക്ട് ഏർപ്പെടാനുള്ളൊരു ലോ ബാൻ ചെയ്യും. അപ്പൊ ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ആൾക്കാരായിരിക്കരുത്. ഒരു മൈനർ ബൈങ് കാർ, അവിടെ ഒന്നും ദാറ്റ് ഇസ് വോയിഡ് അഗ്രിമെന്റ്. വോയിഡ് ആണ്. കാരണം എന്താ വെച്ചാൽ മൈനറിന് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. ഒരു മെന്റലി അൺസൗണ്ട് പേഴ്സൺ ആണ് ഒരു പാർട്ടി എന്ന് വെക്കുക ഒരു അഗ്രിമെന്റിൽ, അതും ഒരിക്കലും വോയിഡ് ആണ്, കോൺട്രാക്ട് ആവാൻ കഴിയില്ല. ഇനി അതേമാതിരി ഒരു എനിമി രാജ്യത്തിലെ ആണ് വന്ന് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നെങ്കിൽ അതും ദാറ്റ് ഇസ് ഓൾസോ റെസ്ട്രിക്റ്റഡ്, സോ വോയിഡ്. സോ അങ്ങനെ to conclude we can say that the person who are entering into a contract must have a contractual capacity. Okay, ഇനി അടുത്തത് കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താ? എയും ബിയും തമ്മിൽ ഒരു അവർ തമ്മിലൊരു ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എ ഹാസ് ടു ഗിവ് സംതിങ് ആൻഡ് ബി ഹാസ് ടു ഗിവ് സംതിങ് അല്ലെ. ഇറ്റ് ക്യാൻ ബി ക്യാഷ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് യൂട്യൂബിലിടുന്നത് വേറൊരു CS പഠിപ്പിക്കുന്ന ഒരു XYZ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ, ആ ആൾ എന്നെ വന്ന് പറയാണ് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് ഇടുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിത് പൈസ കൊടുത്ത് ചെയ്യുന്ന ആരാ വാങ്ങിക്കുക, സോ യു മസ്റ്റ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ് എന്ന് പറയാണ്. ഓക്കെ, എന്നിട്ട് പകരം എനിക്ക് 1 lakh rupees തന്നു. സോ ഇവർ തന്ന ആ 1 lakh rupees ആണ് എനിക്ക് അവരുടെ ഭാഗത്തുള്ള കൺസിഡറേഷൻ. എന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഓൾസോ കൺസിഡറേഷൻ. അതാണ് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നോട്ട് ഡൂയിങ് സംതിങ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ കൺസിഡറേഷൻ. പിന്നെ ക്യാഷിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടാവാം. ഇറ്റ് ക്യാൻ ബി ഡൂയിങ് വർക്ക്, അല്ലെങ്കിൽ ഗുഡ്സ് രൂപത്തിലാവാം, എന്ത് രൂപത്തിലാവാം. പക്ഷെ ഈച്ച് പാർട്ടി മസ്റ്റ് ഗിവ് സംതിങ്.
ഇപ്പൊ എയും ബിയും തമ്മിൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ എ മസ്റ്റ് ഗീവ് സംതിങ്, ബി മസ്റ്റ് ഗീവ് സംതിങ്. യു എന്ന് ഉദ്ദേശിച്ചാൽ എന്തും ആവാം. ഇപ്പൊ സർട്ടൺ വർക്ക് ചെയ്യാതിരിക്കുന്നതാവാം, സർട്ടൺ വർക്ക് ചെയ്യുന്നതാവാം, ക്യാഷിലാവാം, ഗുഡ്സ് ആവാം, എന്തും ആവാം. ഓക്കെ, ഫൈൻ. അതേപോലെ തന്നെ ഫേക്ക് ഓർ ഇല്ലീഗൽ കൺസിഡറേഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് ഇൻവാലിഡ്. വാല്യൂ അഡ്യൂക്കേറ്റ് ആവണമെന്നില്ല. ഇപ്പൊ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്, അതിന് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് കണ്ടുപിടിച്ചു, അതിലെനിക്ക് തരുന്ന 5 രൂപയെ തരുന്നുള്ളൂ പെർ ക്ലാസ്, വളരെ കുറവാണ്. പക്ഷെ അത് ഇവിടെ മാറ്റർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് കോൺട്രാക്ട് വോയിഡ് ആവില്ല. ഓൺലി തിങ് ഇറ്റ് ഈസ് ലീഗാലിറ്റി മാറ്റേഴ്സ്. ഓക്കെ, നമ്മുടെ കൺസിഡറേഷൻ അഡിക്വേറ്റ് ആണോ അല്ലയോ എന്ന് നോക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുടെ കാറ് ഒരാൾ 10,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത് കോൺട്രാക്ട് ഈസ് വാലിഡ്, കൺസെന്റ് ഫ്രീ ആണെങ്കിൽ, മറ്റേ ഒന്നും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ല വാങ്ങുന്നെങ്കിൽ ദാറ്റ് ഈസ് വാലിഡ്. അതായത് കൺസിഡറേഷൻ അഡിക്വേറ്റ് ആവണമെന്നില്ല. ഓക്കെ, കൺസിഡറേഷൻ ഉണ്ടായാൽ മതി, ആ കോൺട്രാക്ട് വാലിഡ് ആണെന്ന് കൺസിഡർ ചെയ്തോളൂ. ഓക്കെ, ഇനി അടുത്തത് ഫ്രീ കൺസെന്റ്. അതായത് കൺസെന്റ് മസ്റ്റ് ബി ഫ്രീ ആൻഡ് ജെന്യൂൻ. ഒരു മിസ്റിപ്രസന്റേഷനോ ഒരു ഫ്രോഡോ അല്ലെങ്കിൽ അൺടു ഇൻഫ്ലുവൻസ് ഓർ മിസ്റ്റേക്ക് കൊണ്ടൊന്നും ആയിരിക്കരുത് കൺസെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ഫോഴ്സോ ത്രെറ്റോ അല്ലെങ്കിൽ ഇന്റൻഷണൽ ചീറ്റിംഗ് അങ്ങനെ ഒന്നും കൊണ്ടായിരിക്കരുത് ഒരാള് ഒരു കോൺട്രാക്റ്റിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഉദാഹരണം, ഇപ്പൊ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തുകയാണ്. സി എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ബിനെ ത്രട്ടൺ ചെയ്യിപ്പിച്ചിട്ടാണ് എ ഇത് സൈൻ ചെയ്യിപ്പിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഫ്രീ കൺസെന്റ്. ഓക്കെ, അതേമാതിരി ഇപ്പൊ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എ ബിക്ക് സെല്ല് ചെയ്യാണ്. പക്ഷെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറെ തെറ്റായ കാര്യങ്ങൾ ബിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് ഫ്രോഡ്. അപ്പൊ അതും ഇറ്റ് ഈസ് നോട്ട് എ ഫ്രീ കൺസെന്റ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കോൺട്രാക്ട് ബിക്കംസ് വോയിഡബിൾ, കോൺട്രാക്ട് ഇല്ലാതാവും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എയ്ത്ത് വൺ അല്ലെ, ലോഫുൾ ഒബ്ജക്ട് ആൻഡ് കൺസിഡറേഷൻ. അതായത് ഒബ്ജക്റ്റും കൺസിഡറേഷനും അൺലോഫുൾ ആയിരിക്കരുത്. ഉദാഹരണത്തിന് സെല്ലിംഗ് ഓഫ് ഡ്രഗ്സ് ഫോർബിഡൻ ബൈ ലോ, അതായിരിക്കരുത് അതിന്റെ ഒബ്ജക്റ്റാണ് ലക്ഷ്യം, ആയിരിക്കരുത് ആ ഒരു കോൺട്രാക്ടിന്റെ ലക്ഷ്യം. ഇനി ഈ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുന്ന ആ എഗ്രിമെന്റ് ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിഫീറ്റ്സ് ദ പ്രൊവിഷൻസ് ഓഫ് ലോ. നേരത്തെ നമ്മുടെ നാട്ടിൽ കൂടെയുള്ള ലോകളെ ഒന്നും ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു എഗ്രിമെന്റും നമ്മൾക്ക് ആവാൻ പാടില്ല. പിന്നെ ഫ്രോഡിലന്റ് ആവാൻ പാടില്ല. ചീറ്റിംഗ് സ്കീംസ്, ഇപ്പൊ നാട്ടിലൊക്കെ പല ചീറ്റിംഗ് സ്കീമുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും ആ കോൺട്രാക്ട് വോയിഡ് ആയി മാറും. പിന്നെ ഇഫ് ഇറ്റ് ഈസ് ടു കോസ് ഹാം ടു സമ്മൺ, എ ബിക്ക് തരണം, നീ അവനെ അടിച്ച് 2 പപ്പടാക്കി വിടും, ഞാൻ നിനക്ക് 10,000 രൂപ തരാം, ദാറ്റ് ഇസ് നോട്ട് എ വാലിഡ് കോൺട്രാക്ട്, വോയിഡ് ആവും. പിന്നെ ഇമ്മോറൽ ആവും, പ്രോസ്റ്റിറ്റ്യൂഷൻ എഗ്രിമെന്റ്സ് അങ്ങനത്തെയൊക്കെ, അത് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് വാലിഡ്. ഓക്കെ, സോ സച്ച് ഓൾ കോൺട്രാക്ട്സ് ആർ void. പിന്നെ പറയുന്നത് 9th one is very not that important. Agreement not expressly declared void. അതായത് ചില എഗ്രിമെന്റ്സ് ഓൾറെഡി എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് void ആണ്, അങ്ങനത്തെ ആവാൻ പാടില്ല. അതായത് ബെറ്റിംഗ് എഗ്രിമെന്റ്സ്, അതൊന്നും നേരത്തെ തന്നെ അത് void ആണെന്ന് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ആവാൻ പാടില്ല എന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ നിങ്ങളിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം അതിലില്ല. പിന്നെ സെർട്ടനിറ്റി ഓഫ് മീനിങ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് സെർട്ടനിറ്റി ഓഫ് മീനിങ്, അടുത്ത പോയിന്റ്. സെർട്ടനിറ്റി ഓഫ് മീനിങ് ഉണ്ടാവണം. അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ദ ടേംസ് മസ്റ്റ് ബി ക്ലിയർ ആയിരിക്കണം, സെർട്ടൺ ആയിരിക്കും, ഇറ്റ് മസ്റ്റ് നോട്ട് ബി വേക്ക്. ഉദാഹരണത്തിന് ഐ വിൽ പേ റീസണബിൾ സാലറി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജോലിക്ക് കയറ്റി. അപ്പൊ ദാറ്റ് റീസണബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സെർട്ടൺ അല്ലെ, എന്തും ആവാം. പക്ഷെ ഐ വിൽ പേ സാലറി ഓഫ് ₹25,000 ഫോർ യു ടു ദിസ് ജോബ്, അവിടെ സെർട്ടനിറ്റി ഉണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞ ഐ വിൽ പേ റീസണബിൾ സാലറി, അത് വോയിഡ് ആണ്, വാലിഡ് അല്ല. ഈ സാലറി ₹25,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് വാലിഡ്, വോയിഡ് അല്ല. ഓക്കെ, ദിസ് ഇസ് എ സെർട്ടനിറ്റി ഓഫ് മീനിങ് നമ്മൾ പറയുന്നത്. ഇനി 11th one is possibility of performance.
അതായത് ഇപ്പോ നമ്മളൊരു എഗ്രിമെന്റ് ടു ഡു സംതിങ് ഇമ്പോസിബിൾ ആക്ട് ഈസ് വോയിഡ്. ഉദാഹരണത്തിന് പറയണേ, ഞാൻ നിനക്ക് ഒരു എഗ്രിമെന്റ് പറയാണ്, ഞാൻ ഇയാൾക്ക് 20,000 രൂപ കൊടുക്കുന്നു, പകരം ഇയാള് ആ മരിച്ച ആളിനെ വീണ്ടും ജീവനോടെ കൊണ്ടുവരുന്നു. ഇറ്റ്സ് ഇമ്പോസിബിൾ. അങ്ങനെയുള്ളതൊന്നും പറഞ്ഞ് ആ സൂര്യനിലേക്ക് നീ യാത്ര ചെയ്യൂ, ഞാൻ നിനക്ക് ഇത്ര രൂപ തരാന്ന് പറയണേ, അതൊന്നും ഒരിക്കലും വളരെ ഇമ്പോസിബിൾ ആണ്. അപ്പൊ അതൊക്കെ ദാറ്റ് ഇസ് വോയിഡ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഇനി അടുത്തത് ലീഗൽ ഫോർമാലിറ്റീസ്. ലീഗൽ ഫോർമാലിറ്റീസ് നമ്മൾ പറയുന്നുണ്ട്, ഒരു കോൺട്രാക്ടിന് ഓറൽ ആവാം, റിട്ടേൺ ആവാം, ഇംപ്ലീഡ് ആവാം. പക്ഷെ ലോ പറയും ചില സന്ദർഭങ്ങളിൽ ചില രീതിയിൽ തന്നെ വേണമെന്ന്. ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ഥലം വെക്കുകയാണ്, ഓറലായി പറഞ്ഞ് നടക്കുമോ? ഇംപ്ലീഡ് ആയിട്ട് നടക്കുമോ? ഇല്ല. ദാറ്റ് മസ്റ്റ് ബി റിട്ടേൺ, രജിസ്റ്റേർഡ് ആൻഡ് സ്റ്റാമ്പ്ഡ്, അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ. സോ ലീഗൽ ഫോർമാലിറ്റീസ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടാവണം. ദോ എ കോൺട്രാക്ട് ക്യാൻ ബി ഇൻ ഓറൽ, റിട്ടേൺ ഓർ ഇംപ്ലൈഡ് ഫോം, പക്ഷെ അത് എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ലോ പറയുന്നതനുസരിച്ച് അതിൽ സ്ട്രിക്ട്നെസ് വരും. ഇതന്നെ വേണം, അതന്നെ റിട്ടേൺ തന്നെ വേണം എന്ന്. ഉദാഹരണത്തിന് നിങ്ങൾ സ്ഥലം, ഒരാളുടെ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയാണ്, ഓറലായിട്ട് പറഞ്ഞിട്ട് നടക്കില്ല. രജിസ്ട്രേഷൻ വേണം, സ്റ്റാമ്പിംഗ് വേണം, അല്ലെ? അപ്പോ ദ ലീഗൽ ഫോർമാലിറ്റീസ് മസ്റ്റ് ബി ഫോളോഡ്. ഓക്കെ, സോ ഇത്രയുള്ള നമ്മൾ ഫുൾ കവർ ചെയ്തു. ഈസി അല്ലേ? ഒന്ന് ഓടിച്ച് നിങ്ങളുടെ മൊഡ്യൂൾ ബുക്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. താങ്ക് യു.